യമനിലെ ഏതൻ തീരത്ത് വെച്ച് LPG ടാങ്കറായ MV ഫാൽക്കണിൽ സ്ഫോടനത്തെ തുടർന്ന് തീപിടുത്തമുണ്ടായതിനു ശേഷം കപ്പലിലുണ്ടായിരുന്ന 23 ഇന്ത്യൻ ജീവനക്കാരെ രക്ഷപ്പെടുത്തി. സ്ഫോടനം ഹൂതി ആക്രമണം മൂലമല്ലെന്ന് അധികൃതർ സ്ഥിരീകരിക്കുകയും സംഭവത്തെക്കുറിച്ച് അന്വേഷണം ആരംഭിക്കുകയും ചെയ്തു. ഒമാനിൽ നിന്ന് കാമറൂണിലെ ജിബൂട്ടിയുടെ തീരത്തേക്ക് പോവുകയായിരുന്ന കപ്പൽ ഒക്ടോബർ 18-നാണ് ഏതൻ തീരത്തിന് സമീപത്തുകൂടി കടന്നു പോകുന്നതിനിടെ അപകടത്തിൽപ്പെട്ടത്. സ്ഫോടനത്തെ തുടർന്ന് കപ്പലിന്റെ 15% ഭാഗത്തിന് തീപിടിക്കുകയും കപ്പൽ നിയന്ത്രണം വിട്ട് ഒഴുകി നടക്കുകയും ചെയ്തു. സ്ഫോടനത്തിന് യഥാർത്ഥ കാരണം ഇപ്പോഴും അന്വേഷണത്തിലാണ്. എങ്കിലും പ്രാഥമിക റിപ്പോർട്ടുകൾ ഇത് ഒരു ആകസ്മിക സംഭവമാണെന്നാണ് സൂചിപ്പിക്കുന്നത്. ബ്രിട്ടീഷ് സുരക്ഷാ സ്ഥാപനമായ ആംബ്രയുടെ അഭിപ്രായത്തിൽ തിരച്ചിലിനും രക്ഷാപ്രവർത്തനത്തിനും വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ ആരംഭിച്ചപ്പോൾ തന്നെ കപ്പൽ ഉപേക്ഷിക്കാൻ ജോലിക്കാർ തയ്യാറെടുക്കുന്നുണ്ടായിരുന്നുവെന്ന് റേഡിയോ ആശയവിനിമയങ്ങൾ സൂചിപ്പിച്ചു. സംഭവത്തെ തുടർന്ന് യൂറോപ്യൻ യൂണിയൻ നാവികസേന ഓപ്പറേഷൻ ആസ്പൈഡ്സ് ഉടൻ തന്നെ തിരച്ചിൽ രക്ഷാപ്രവർത്തനങ്ങൾ ആരംഭിച്ചു. റിപ്പോർട്ടുകൾ പ്രകാരം 2 ജീവനക്കാർ അപകടത്തിൽ കാണാതായിട്ടുണ്ട്. ഇവരുടെ പൗരത്വം വ്യക്തമല്ല. കൂടാതെ ഒരാൾ MV ഫാൽക്കണിൽ കുടുങ്ങിക്കിടക്കുകയായിരുന്നു. ടാങ്കറിൽ പൂർണ്ണമായും ദ്രവീകൃത പെട്രോളിയം വാതകം നിറച്ചിരുന്നതിനാൽ കൂടുതൽ സ്ഫോടനങ്ങൾക്ക് സാധ്യതയുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ കപ്പലിൽ നിന്നും സുരക്ഷിതമായ അകലം പാലിക്കാൻ സമീപത്തുള്ള മറ്റ് കപ്പലുകൾ ആസ്പൈഡ്സ് നിർദ്ദേശം നൽകിയിരുന്നു. കപ്പലിലെ തീ വർദ്ധിക്കുകയാണ് ആസ്പൈഡ്സ് പ്രസ്താവനയിൽ വ്യക്തമാക്കി. MV ഫാൽക്കൺ നാവിഗേഷൻ അപകട സാധ്യതയുണ്ടാക്കുന്നു. ഈ പ്രദേശത്തുള്ള എല്ലാവരും ജാഗ്രത പാലിക്കണം. ഗാസയിൽ നടക്കുന്ന ഇസ്രായേൽ ഹമാസ് യുദ്ധത്തിനിടയിൽ പാലസ്തീനുകൾക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് യമനിലെ ഹൂതി വിമതർ ചെങ്കടൽ ഇടനാഴിയിലൂടെ കടന്നുപോകുന്ന വാണിജ്യ കപ്പലുകളെ ലക്ഷ്യമിടുന്നതിനിടെയാണ് ഈ സംഭവം. തങ്ങൾക്ക് ഈ സംഭവത്തിൽ പങ്കില്ലെന്നാണ് ഹൂതികൾ വ്യക്തമാക്കുന്നത്. മാത്രമല്ല, മുൻപും യമനിലെ ഹൂതി വിമതരുടെ ആക്രമണത്തിൽ ചെങ്കടലിൽ മുങ്ങിയ എറ്റേണിറ്റി സി എന്ന ചരക്ക് കപ്പലിലെ 10 ജീവനക്കാരെ രക്ഷപ്പെടുത്തിയിരുന്നു. ഒരാൾ ഇന്ത്യക്കാരനായ സെക്യൂരിറ്റി ഗാർഡും 8 പേർ ഫിലിപ്പീൻസുകാരും ഒരാൾ ഗ്രീക്ക് സ്വദേശിയുമാണ്. 11 പേരെ ഇനിയും കണ്ടെത്താനുണ്ടായിരുന്നു. ഇതിൽ 6 പേരെ ഹൂതികൾ പിടികൂടിയതായി കരുതുന്നുവെന്നും സമുദ്ര സുരക്ഷാ വൃത്തങ്ങൾ റോയിട്ടേഴ്സിനോട് വ്യക്തമാക്കിയിരുന്നു. ആക്രമണത്തിൽ 25 അംഗ സംഘത്തിലെ 4 പേർ കൊല്ലപ്പെട്ടിരുന്നു. മരിച്ചവരിൽ 3 പേർ ഫിലിപ്പീൻസുകാരും ഒരാൾ റഷ്യക്കാരനുമായിരുന്നു. ആ ആഴ്ച ഹൂതികൾ മുഖ്യ 2ാമത്തെ കപ്പലായിരുന്നു അത്. എറ്റേണിറ്റി സി. ഞായറാഴ്ചത്തെ ആക്രമണത്തിൽ ഗ്രീക്ക് ഉടമസ്ഥതയിലുള്ള മാജിക് സി എന്ന കപ്പൽ മുങ്ങിയിരുന്നു. ഇതിലെ ജീവനക്കാരെ രക്ഷപ്പെടുത്തി. സൂയസ് കനാലിലേക്ക് നീങ്ങുകയായിരുന്ന ലൈബീരിയൻ പതാക വഹിച്ച എറ്റേണിറ്റി സി ചരക്ക് കപ്പൽ തിങ്കൾ ചൊവ്വ ദിവസങ്ങളിലായി 2 തവണയാണ് ആക്രമിക്കപ്പെട്ടത്. വ്യാഴാഴ്ച പുലർച്ചെ ഇസ്രായേലിലെ ബെൻ ഗുരിയോൻ വിമാനത്താവളത്തെ ബാലിസ്റ്റിക് മിസൈൽ ഉപയോഗിച്ച് ആക്രമിച്ചതായി ഹൂതി വക്താവ് യഹിയ സാരി പറഞ്ഞിരുന്നു. അതേസമയം സെപ്റ്റംബർ അവസാനത്തോടെ യമനിൽ ഇസ്രായേൽ നടത്തിയ വ്യോമാക്രമണങ്ങളുടെ പ്രധാന ലക്ഷ്യം സനായിലെ ഹൂതികളുടെ ജനറൽ സ്റ്റാഫ് ആസ്ഥാനമായിരുന്നുവെന്ന് ഇസ്രായേൽ സൈന്യം നേരത്തെ സൂചന നൽകിയിരുന്നു. ഓഗസ്റ്റ് 28-ന് സനായിൽ നടന്ന വ്യോമാക്രമണത്തിലാണ് അൽഖമാരിക്ക് പരിക്കേറ്റതെന്നാണ് ഇസ്രായേൽ സേനയുടെ വിശദീകരണം. അന്നത്തെ ആക്രമണത്തിൽ ഹൂതി പ്രധാനമന്ത്രി അഹമ്മദ് റഹാവി അടക്കമുള്ള നേതാക്കൾ കൊല്ലപ്പെട്ടിരുന്നു. അതേസമയം ശത്രു രാജ്യവുമായുള്ള പോരാട്ടം അവസാനിച്ചിട്ടില്ലെന്നും ഇസ്രായേൽ ചെയ്തതിന് ശക്തമായ പ്രതികാരം ചെയ്തുവെന്നും ഹൂതികൾ പ്രഖ്യാപിച്ചിട്ടുമുണ്ടായിരുന്നു. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.